ആ കുരുത്തം കെട്ടവനെ കൊണ്ട് വലഞ്ഞു ഞാൻ. എടാ വാസുട്ടി ഇജ്ജാതി വർത്താനൊന്നും പറയരുതിട്ടോ, ഓനെന്റെ അളിയനല്ലേ. ആ അളിയനായി പോയി ഇല്ലെങ്കണ്ടല്ലോ ഒരൊറ്റടി അവിടെ കിടക്കും, ചത്തിട്ട് 8 ദിവസമായി തോന്നും. അല്ല വാസൂട്ടി, നിന്റെ അളിയനെ അറിയാവുന്ന പണിയെടുത്താ പോരെ, ഈ അറിയാൻ പാലാത്ത വിസ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ ഇതിൽ പോയി തൂങ്ങിയത്. അതിന് അളിയനെ അറിയാത്ത പണിയില്ലല്ലോ, എല്ലാ പണി അറിയാം. ഇലക്ട്രീഷ്യൻ പണി അറിയാം, ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാം, ആശാരിപ്പണി അറിയാം. ഇതിനൊക്കെ പോയാ പോരെ. അപ്പൊ ആ പണി എന്താ ചെയ്യാത്തത്? എന്താ ചെയ്യാത്തത്? എന്നാ അളിയന് ഞാനൊരു പണി കൊടുത്താലോ? എന്നെ കൊണ്ട് ഇനി വയ്യ. നിനക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ജോലി ശരിയായി കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യ്, എന്നാ വലിയ ഉപകാരമാവും. അതിന് ജോലി കൊടുക്കണ ആരും ആരാ പറഞ്ഞത്? പിന്നെ പരിക്കാൻ ഞാനൊരു 8ന്റെ പണി അങ്ങോട്ട് കൊടുത്താലാന്ന് ഓർക്കണം. ഒരു ഇരുട്ടടി കൊടുത്തിട്ടേ ഇവിടെ നിന്ന് വിട്ടു പോയിക്കോളും, പിന്നെ ശല്യപ്പെടുത്താതിരിക്കാൻ എന്ന് പറഞ്ഞാലാ. അല്ല എന്താ നീ ഉദ്ദേശിക്കുന്നു? അതേ ഓ ഉദ്ദേശിച്ച് വേറൊന്നല്ല, നല്ല ഇരുട്ടുള്ള സമയത്തേ എന്റെ അളിയനെ പോന്ന് പറഞ്ഞ അങ്ങോട്ട് പൊട്ടിക്കാന്ന് അല്ലേ? ഓന്ന് പോച്ച നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അല്ല ഒരു കാര്യം പറയുമ്പോ അതിനനുസരിച്ച് പറയണ്ടേ? ആരോ പറഞ്ഞത് ആളെ ഇവിടെ നിന്ന് ഓടിച്ച് നിന്റെ ശല്യം കളയണമെങ്കിൽ ഒന്ന് പേടിപ്പിക്കണം. അത് ശരിയാ. ഇനി പോരപ്പോ ഞാൻ ഇവിടെ തല്ലി ഓടിക്കണം. അല്ല അളിയനപ്പോ ഞാൻ ഇവിടെ തല്ലി ഓടിക്കണല്ലോ. അല്ല ഈ ജാതി സ്വഭാവം അനുസരിച്ച് ഒരെണ്ണം കൊടുക്കണത് നല്ലതാണ്. അല്ലേ പിന്നെ ഇവിടെ ഇരുന്ന് ഈ വർത്താനം പറയണ്ട, നീ പോയ അളിയനെ സ്വീകരിക്കും, ഇവിടെ ഇരുന്ന് പറയണ്ടത്. അല്ലടാ ഓനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം, അതിനിപ്പോ എന്തെങ്കിലും ഒരു വഴി കാണുന്നത് നല്ലതാ. അതല്ലേ ഈ പറഞ്ഞത്. എന്ത് അടിച്ചോടിക്കാനാ? അടിച്ചോടിക്കാന്ന് പറഞ്ഞാൽ നീ അടിക്കണ്ട, പിന്നെ നീ അടിക്കുവോ? ഞാനും അടിക്കണ്ട. അതിന് നല്ല പറ്റിയ പിള്ളേരുണ്ട് എൻ്റെ അടുത്ത്, മനസ്സിലായി? അവരെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ല 2 എണ്ണം അങ്ങോട്ട് കൊടുത്തിട്ട് മേലാൽ ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് സാധനത്തിന് ഓടിച്ചോളൂ. അതൊക്കെ വലിയ പണിയായി മാറൂലേ? ഒരു പണിയില്ലാന്ന്, നിസ്സാര കാര്യമുള്ളൂ, ഇതുപോലെ ചെയ്തിട്ടുള്ളതല്ലേ. സംഗതി ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കണല്ല കേട്ടോ. അതെ ഞാൻ പറയട്ടെ, ഇയാൾക്ക് ഇലക്ട്രീഷ്യൻ പണി അറിയാന്നല്ലേ പറഞ്ഞത്? അതറിയും. ഈ പിള്ളേര് രാത്രി ആകുമ്പോ വന്നിട്ട് മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്യും. ആ മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്യുമ്പോ നീ പറയണം, അയ്യോ കറണ്ട് പോയല്ല, അടുത്ത വീട്ടിലൊക്കെ നോക്കിയിട്ട് അവിടെയൊക്കെ കറണ്ട് ആണല്ലോ, അളിയാ ഇലക്ട്രീഷ്യൻ പണി അറിയാന്നല്ലേ പറഞ്ഞ. ആ ഫീസ് ഒന്ന് പോയതായിരിക്കും, ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങണം. പുറത്തോട്ട് ഇയാളിങ്ങാട് ഇറങ്ങി വരാൻ നേരത്ത് മൂക്കിന്റെ പാലം നോക്കി ഒരു ഇടി അങ്ങോട്ട് കൊടുക്കും. ചോര ഇങ്ങോട്ട് വരുമ്പോ തന്നെ ആള് പേടിക്കും. അതൊന്നും വേണ്ട. ഇല്ലാന്ന് അല്ലടാ, അത് ചോരൊക്കെ വരികയെന്ന് പറഞ്ഞാൽ വലിയ അടങ്ങറാവും. എന്റെ പരീക്ക് ഇത് പ്രൊഫഷണലായിട്ട് പഠിച്ച പിള്ളേരാണ്. എവിടെ ഇടറിയാ ചോര വരുമെന്ന് അവർക്ക് അറിയാം, ഒന്നും പറ്റൂല. പിന്നെ ഇയാൾ കിടന്ന് വേഷം കെട്ടണ ചടാപടാന്ന് പറഞ്ഞ് 2 എണ്ണം കൊടുത്തിട്ട് പറയും, പന്നി നേരം വെളുക്കുമ്പോ ഇവിടുന്ന് പൊയ്ക്കോളണം. ഇത് കേരളമാണ്, ഇവിടെ കിടന്ന് വേഷം കെട്ടരുന്ന് പറഞ്ഞാലല്ല ആയുസിൽ വരൂല ഇവിടെ. എന്നാ ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ മതി, അത് പറ്റുമോ? ഭീഷണിപ്പെടുത്തിയാലൊന്നും ഇയാൾ നിൽക്കൂല, 1 എണ്ണം കൊടുക്കണം ഇയാൾക്കിട്ട്. അല്ല അങ്ങനെ അങ്ങോട്ട് തല്ലിതാക്കരുത്, അതിനുള്ള ആരോഗ്യമൊന്നും ആ ചങ്ങായിക്കില്ല. മാത്രല്ല ഞാൻ ആശുപത്രിയിലേക്ക് എടുത്തോണ്ട് പോകേണ്ടി വരും. എന്റെ പരീക്ക തൂറ പേടിയാണ് അയാൾക്ക്. ആരെങ്കിലും ഒന്ന് കടുപ്പിച്ച് പറഞ്ഞാലുണ്ടല്ലോ അയാൾ പേടിക്കും. പിന്നെ ഒരുപാട് ഇടിയൊന്നും ഇടിക്കാൻ ഒരുപാട് കാശ് കൊടുക്കണം. ഒരൊറ്റ ഇടിക്ക് 1000 രൂപ വരും. ഒരിടിക്ക് 1000? ഒരിടിക്ക് 1000, ഭീഷണിക്ക് 500. ചറവറ ഇടിക്കണ എങ്ങനെയാണ്? അങ്ങനെയൊക്കെ കണക്കണ്ടതിന്? പിന്നെ കണക്കില്ലാതെയാണ്, ഒരു പണിയെടുക്കല്ലേ. എന്നാ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ഇടിയും ഒരു ഭീഷണി. ഈ എന്താ 4 മണി ചായ ഓർഡർ ചെയ്യണ മാതിരി ഒരു ചായ ഒരു കടി എന്ന് പറഞ്ഞ മാതിരി? അല്ല ഒരുപാട് ഇടിക്കൊക്കെ അതിനൊരു കണക്കുണ്ട്, ആ കായ് കൊടുത്താൽ അവർ അതിനനുസരിച്ചാണ് കണക്കല്ലേ. ഇതിന് ഒരു ഏറ്റവും ചെറിയ മിനിമം പാക്കേജ് 2500 രൂപയാണ്. ഒരു ഇത്തിരി ഭീഷണിയും 1-2 അടിയും ആള് പോയി കിട്ടും. വേണമെങ്കിൽ ആലോചിക്ക്, ഞാൻ ഇന്ന് തന്നെ വിളിച്ച് പറയാം. എന്നാ ഒരു കാര്യം ചെയ്യും, ഒരു മേനുള്ള ഏതെങ്കിലും ഒരുത്തിന് പറഞ്ഞു വിടാൻ പറ. അത് പിന്നെ എനിക്ക് അതിനുള്ള വകതിരിവില്ല, അതിന് പറ്റിയ തറവാടിയെ വന്ന് ചെയ്യുള്ളൂ. അതെ ഞാനിപ്പൊ തന്നെ വിളിക്കാം. രാത്രി ഒരു 8-8:30 ആകുമ്പോ ഇവന്മാര് വന്നിട്ട് മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്യും. ഓഫ് ചെയ്ത് കറണ്ട് പോയ ഉടനെ അയാൾ ആ ഫീസ് ഒന്ന് നോക്കിയെന്നും പറഞ്ഞിട്ട് ഈ മുതലിനൊന്ന് പുറത്തോട്ട് ഇറക്കി നിർത്തി തന്നാൽ മതി. ബാക്കി പണി അവർ നടത്തിക്കോളും. ഇയാൾ പോയി കഴിയുമ്പോ ഞാൻ വിളിക്കാം. ഞാൻ അങ്ങോട്ട് വരുമ്പോ ആ പൈസ ഇങ്ങോട്ട് എന്നെ ഏൽപ്പിച്ചു. പൈസ എത്ര? 2500 രൂപ. അതെന്താ കേട്ടപ്പോ? അത് പിന്നെ ഇവന്റെ കയ്യിൽ തന്നെ ഇല്ല. റസിയാനോട് പറഞ്ഞ അവളിൽ പങ്കുചേരും. അത്ര കലിയാണ് ഇയാളാ. ഇതില് പിടിച്ചു പറഞ്ഞില്ല. അല്ല ഒരു കണക്കിന് ആലോചിച്ച് ശരിയാണ്. ആഴ്ചയിൽ 75,000 വന്ന് ചോദിക്കുമ്പോ എടുത്തു കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ. ഇത് ഒറ്റ അടവില് പരിപാടി തീർന്നു. 2500. ഞാൻ ആ ഫോണും അകത്ത് വെച്ചാൽ ഇപ്പൊ തന്നെ വിളിക്കാറുണ്ട്. ഒരു കാര്യം ചെയ്യും, വിളിച്ചോ. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വേണ്ട, വകതിരിവുള്ളവരനും വിടണം കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ എന്ന് എനിക്കറിഞ്ഞൂടെ. നിന്റെ അളിയനെ എന്റെ അളിയനും അല്ല, അതിന്റെ മയത്തിന് ഞാൻ ചെയ്തിട്ട് കാര്യങ്ങൾ നടത്തി തരാം. നല്ല ഒരെണ്ണം കൊടുക്കുന്നതല്ല. അപ്പൊ ധൈര്യമായിട്ട് അങ്ങനെ ചെല്ലി.